പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ പഴയന്നൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബേക്കറിയെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ ഉടമ അതിൻ്റെ തൊഴിലാളികളെക്കുറിച്ചും നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉള്ളത് ബട്ടർ സ്പോഞ്ച് ബേക്കറിയുടെ മുമ്പിലാണ്. പഴയന്നൂരുള്ള ബട്ടർ സ്പോഞ്ച് ബേക്കറിയുടെ മുമ്പിലാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ദിവസം ഓഗസ്റ്റ് 15-ന് ഈ നാട്ടിലുള്ള പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള അർഹതപ്പെട്ട 1000-ന് മുകളിൽ കുടുംബങ്ങൾക്ക് 5 കിലോ വീതം അരി വീതം കൊടുക്കുന്ന ഒരു വലിയൊരു മനുഷ്യനെ, ഞങ്ങളുടെ എല്ലാവരുടെയും തമ്പിയേട്ടൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യനെ പരിചയപ്പെടുത്താനും ആ വ്യക്തി ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും, കാരണം ഇതൊരിക്കലും ഒരു ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞിട്ടല്ല. ഞാനിവിടെ ഈ ഒരു കാര്യത്തിനായിട്ട് ക്ഷണിച്ച് ഞാനിവിടെ ഈ ഒരു ഇതിന് വന്നതാണ്. പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഈ പഴയന്നൂരിലെയും കേരളത്തിലെയും എല്ലാ ആളുകളും ഇത് അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ചെയ്യുന്നതൊക്കെ ഈ 1000-ഓളം വരുന്ന ആളുകൾക്ക് 5 കിലോ വീതം അരി കൊടുക്കുന്നത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. 12 വർഷക്കാലമായിട്ട് ആൾ ചെയ്യുന്ന തൊഴിലിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതം ഇതുപോലെ അർഹതപ്പെട്ട അമ്മമാർക്കാണെങ്കിലും ആരാരുമില്ലാത്ത പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. തമ്പിയേട്ടനെ ചെറുപ്പം മുതൽ, ഞാൻ സ്കൂൾ കാലം മുതൽ ചെറുപ്പം മുതൽ ഈ നിമിഷം വരെ ഈ മനുഷ്യനെ എന്നെ അറിയാം, എനിക്ക് ആ മനുഷ്യനെ അറിയാം. ഇതിനൊക്കെ പുറമെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള അർഹതപ്പെട്ട ഏകദേശം ഒരു 60-ഓളം കുടുംബത്തിന് എല്ലാ മാസം കിറ്റുകൾ ഈ മനുഷ്യൻ കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇത്രയും ഇതായിട്ട് പറയാൻ കാരണം, ഞാൻ വീഡിയോ ചെയ്ത ഏകദേശം ഒരു 6-ഓളം കുടുംബത്തിന്, എൻ്റെ ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 6-ഓളം കുടുംബത്തിന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് മോനെ എല്ലാ മാസവും കൃത്യമായിട്ട് ബട്ടർ സ്പോഞ്ച് ബേക്കറിയിലത്തെ മുതലാളി തമ്പിയേട്ടൻ കൊണ്ടുവന്നിട്ട് കിറ്റും കാര്യങ്ങളും തരാറുണ്ട് എന്നാണ്. ഒരാളും ഇതുവരെ ഈ മനുഷ്യൻ കാണിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഈ മനുഷ്യനെ നിർത്തിയിരിക്കുന്നത്. കാരണം ഇത് കണ്ടിട്ട് പഴയന്നൂരിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അർഹതപ്പെട്ട ഇതുപോലുള്ള കുടുംബങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലുള്ള മനുഷ്യരെ ഉപകാരമാവുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പണമുള്ള ആളുകളുണ്ട്, പണമില്ലാത്ത ആളുകളുണ്ട്, ഇടത്തരം ആളുകളുണ്ട്. പക്ഷേ നമ്മൾക്ക് ദൈവം പണം തന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകൾക്ക് ഒരു നേരത്തെ അന്നത്തിനാണെങ്കിലും ഒരു നേരത്തെ സഹായത്തിനാണെങ്കിലും ഇതുപോലുള്ളൊരു വലിയ മനസ്സിൻ്റെ ഉടമകളെ നമ്മൾ ജനങ്ങളെ കാണിക്കേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടോ ഒന്നല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 12 വർഷത്തിൽ ഈ മനുഷ്യൻ എങ്ങനെ വേണമെങ്കിലും അത് വലിയ രീതിക്ക് പബ്ലിസിറ്റി ആക്കായിരുന്നു. ഇതും എൻ്റെ നിർബന്ധത്തിൻ്റെ മുകളിലാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലുള്ള അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് വേറൊരു ആൾ മാതൃകയായിട്ട് പല ഭാഗങ്ങളിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. പല കുടുംബത്തിനും അതൊരു ഉപകാരമുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇനി കൂടുതൽ ചോദിക്കാനുള്ളത് എനിക്ക് തമ്പിയേൻ്റെ അടുത്താണ്. തമ്പിയേട്ടാ, ഇതിപ്പോൾ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി ശരിക്കും? 12 വർഷമായി. എത്ര പേർക്കാണ് നമ്മൾ ടോക്കണും കാര്യങ്ങളും? 1000 പേർക്ക്. ഈ കൊല്ലം 1020 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഈ കൊല്ലം 1020 പേർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തുടക്കം മുതൽ കൃഷ്ണേട്ടനെ ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാ വർഷവും ഞാൻ കൃഷ്ണേട്ടനെ അതേപോലെ രവിയേട്ടൻ ഈ കാണുന്ന എല്ലാവരും ഇതിൽ എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ, അതായത് ഇവിടെ ഒരു ജോലിക്കാരായിട്ട് ഈ മനുഷ്യൻ കണ്ടിട്ടില്ല. ഞാൻ ഇവിടുത്തെ ജോലിക്കാരോട് ഇവിടുത്തെ സ്റ്റാഫിനോട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ എന്താ അറിയോ, തമ്പിയേട്ടനും അതേപോലെ മക്കളും ഇവരെ ഒരു സ്റ്റാഫിനെ പോലെ ഈ ഇവിടുത്തെ ജോലിക്കാരെ ഒന്നും ഒരിക്കലും കണ്ടിട്ടില്ല. അവരുടെ ഒരു കൂടപ്പിറപ്പ് അതുപോലെ അവരുടെ സ്ഥാപനം എന്ന നിലയ്ക്കാണ് അവർ കാണാൻ പറഞ്ഞിട്ടുള്ളതും. ഈ നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ ഈ ബേക്കറി അവരുടെ ഒരു സ്ഥാപനം, അവരുടെ ഒരു കുടുംബം പോലെ തന്നെയാണ് അവർ നിൽക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ പല ജോലികളും ചെയ്യുന്ന ആളുകളാണ്, പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. നിങ്ങളുടെ ഉൾമനസ്സിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ചില മുതലാളിമാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അടിമകളും ഇവരെന്തോ രാജാക്കന്മാരെ പോലെയാണ്. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ചില സ്ഥാപനങ്ങളിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് കയർക്കുന്നതും അവരുടെ മുഖത്തിൻ്റെ ഭാവവും എന്തോ വലിയ ധാർഷ്ട്യം പോലെയാണ്. അവരൊക്കെ ചിന്തിക്കുക, മുതലാളിമാരാണെങ്കിലും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു കുടുംബം നോക്കാൻ വേണ്ടി, മക്കളെ നോക്കാൻ വേണ്ടി അത്രയും ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് വേറൊരാളുടെ മുമ്പിൽ നമ്മൾ ജോലിക്ക് പോകുന്നത്. ആ സ്റ്റാഫിനോട് എത്ര നന്നായിട്ട് നമ്മൾ പെരുമാറിയാലും അവരുടെ ഒരു പ്രയാസഘട്ടത്തിൽ നമ്മൾ അവർക്ക് താങ്ങായിട്ടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞാൻ ഈ വീഡിയോൻ്റെ ഇതിൽ തന്നെ ഇവിടുത്തെ സ്റ്റാഫ് പറയുന്നൊരു വീഡിയോ ഞാൻ ഇതിലിടുന്നുണ്ട്. അവർ പറയുമ്പോൾ അവരുടെ മുഖത്ത് നിങ്ങൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അവർക്ക് അത്രയും ഹാപ്പിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമ്പിയേട്ടാ, നിങ്ങളുടെയും ഈ ബേക്കറിയുടെയും ഒക്കെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് തന്നെയാണ്. നല്ലൊരു മനസ്സ്. കാരണം
പണമുള്ളത് കൊണ്ട് എല്ലാം തികഞ്ഞു എന്നുള്ളൊരു രീതി ഇല്ല. കാരണം കോടിക്കണക്കിന് രൂപ ഒരാൾക്ക് സർവേശ്വരൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് ഒരു വിഹിതം അർഹതപ്പെട്ട പാവപ്പെട്ടവനും കൂടി കൊടുക്കാനുള്ളതാണ്. അതെല്ലാവർക്കും ആ മനസ്സുണ്ടാവണമെന്നില്ല. എന്തായാലും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളതല്ല. കഴിഞ്ഞ 12 വർഷകാലമായിട്ട് പഴയന്നൂർ പഞ്ചായത്തിൽ ഈ ബേക്കറി ബട്ടർ സ്പോഞ്ച് ബേക്കറിയും അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള തമ്പിയേട്ടൻ ചെയ്തു വരുന്ന കാര്യങ്ങളാണ് എനിക്ക് ചെറുപ്പം മുതൽ അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഈ ഒരു വലിയ കാര്യം, മഹത്തായ കാര്യം, അതിന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ ബേക്കറിയിൽ ബന്ധപ്പെട്ട ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കൃഷ്ണേട്ടനും രവിയേട്ടനും ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. അതേപോലെ എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. തുടർന്നും ഈ ബേക്കറി ആണെങ്കിലും തമ്പിയേട്ടനാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കുക. എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ തമ്പിയേട്ടനും കുടുംബത്തിനും ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. എന്തായാലും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ ഫാമിലീസിനെയും, ഓരോ അമ്മമാരും അച്ഛന്മാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ എന്താ അറിയോ, കഴിഞ്ഞ 12 വർഷകാലമായിട്ട് കുട്ടിയെ ഞങ്ങൾക്ക് ഓഗസ്റ്റ് 15 ആയി കഴിഞ്ഞാൽ തമ്പി അരി തരും. അതേപോലെ തന്നെ ഞങ്ങളുടെ ഒരു മോനെ പോലെയാണ് തമ്പീനെ കണ്ടിരിക്കുന്നത്. ഞങ്ങൾ ടോക്കണ്ട കാര്യം എന്തെങ്കിലുമൊക്കെ മറന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇന്നാലും ദിവസം വരണട്ടോ, എടുത്തു വെച്ചിട്ടുണ്ടോ, മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് പറയും എന്നാണ് പറയുക. അതായത് അവർക്ക് അവരുടെ ഒരു സ്വന്തം മകനെ പോലെയാണ് പല കുടുംബങ്ങളും പല അമ്മമാരും അച്ഛന്മാരും ഒക്കെ കണ്ടിരിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങളായി. തമ്പിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു മുതലാളിയായിട്ടല്ല, ഒരു കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ്. ഞങ്ങളടുത്ത് എപ്പോഴും പറയാറുണ്ട്, എൻ്റെ കടയായിട്ട് നിങ്ങൾ കാണരുത്, നിങ്ങളുടെ കടയായിട്ട് എടുക്കണം. അതുപോലെ കുറേ പാവപ്പെട്ട മനുഷ്യരെ ഒരുപാട് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളുടെ സംഘടനകൾ മനസ്സിലാക്കി ഞങ്ങളോട് പെരുമാറാറുണ്ട്. ഞങ്ങൾക്ക് നല്ല ഉപകാരങ്ങൾ ചെയ്തു തരുന്ന മനുഷ്യനാണ്. പിന്നെ 12 വർഷമായി ആളിവിടെ അരി വളരെ പാവപ്പെട്ടവർക്ക് നൽകി വരുന്നു. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട്. ബട്ടർ സ്പോഞ്ച് ബേക്കറി 12 കൊല്ലക്കാലമായി 1000-20ഓളം ആൾക്ക് ഇന്ന് കൊടുത്തിട്ടുണ്ട്. 10-12 കൊല്ലമായി കൊടുക്കുന്നു. 60 കുടുംബങ്ങൾക്ക് മാസാമാസം കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകൾ സമ്പന്നമായിട്ടുള്ള ആൾക്കാർ എല്ലാവർക്കും ഇതേമാതിരി സഹായം ചെയ്യണമെന്നാണ് എനിക്കിതിനോട് പറയാനുള്ളത്. അതേപോലെ ഇനി വരും കാലങ്ങളിലും ഇതേമാതിരി തുടർന്നു പോകുമെന്ന് പറയുന്നു. ഞാൻ അവിടെ 41 വർഷത്തെ ചുമട്ടുതൊഴിലാളിയാണ്. അന്ന് മുതൽ തമ്പി എന്ന് പറഞ്ഞ ബട്ടർ സ്പോഞ്ച്, തമ്പി എന്ന് പറഞ്ഞ ഒരു മുതൽക്കൂട്ടാണ് പഴയന്നൂരിൻ്റെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ 12 വർഷമായി ഇപ്പോൾ ഇത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ ഈ ടൗണിലത്തെ 41 വർഷത്തെ ചുമട്ടുതൊഴിലാളിയാണ്. എൻ്റെ പേര് കൃഷ്ണൻ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നന്ദി എല്ലാവർക്കും. എന്തായാലും ഇതുപോലെ തന്നെ വരും വർഷങ്ങളിലും തമ്പിയേട്ടനും ഈ ബേക്കറിക്കും ഇതിനോട് പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റട്ടെ. അതിന് സർവേശ്വരന് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കൊക്കെ ഉണ്ടാവട്ടെ. അതേപോലെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളുടെയും, കേരളത്തിലുള്ളവരുടെയും പ്രവാസികളായിട്ടുള്ള ആളുകളുടെയും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലുള്ള നല്ലവരായ മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനയിൽ തമ്പിയേട്ടനും കുടുംബവും ഈ ബേക്കറിയും ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിച്ച് ഞാൻ നിർത്തുകയാണ്.